മാറിയാകട്ടെ. സിന്ധു, ഉടനെ തന്നെ ചോദിക്കണോ? മിണ്ടാരിയടാ. നീ ആ അലപരാധികളുടെ കൂത്ത് കാണാൻ പോയിരുന്നു? കൂത്തോ? ഇല്ല. കൂത്തല്ല, ഡാൻസും പാട്ടും. നേരാണോടി? നീ ആ പെറുക്കികളുടെ ഡാൻസും പാട്ടും കാണാൻ പോയിരുന്നു? ഇല്ല. പിന്നെ നീ എന്തോന്നാടാ കുതിരെ പറഞ്ഞത്? അയ്യോ, ഞാൻ പറഞ്ഞല്ല. പിന്നെ കുഞ്ഞവിടെ ഡാൻസ് കാണാൻ നിൽക്കുന്നെന്ന് ആൾക്കാർ പറഞ്ഞ വിവരം ഞാൻ പറയായിരുന്നു. അച്ഛൻ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് എന്തിനെ? അലവലാതയുടെയും പെറിക്കളുടെയും ഡാൻസ് കാണാൻ ഞാൻ പോയില്ല. ഇവിടുത്തെ കൃഷിക്കാരുടെ നൃത്തം കാണാനാണ് ഞാൻ പോയത്. ഓഹോ, അപ്പൊ നീ പോയിരുന്നു. ആരോട് ചോദിച്ചിട്ട് പോയി? ആരോടും ചോദിച്ചില്ല. അത്രയ്ക്ക് ധിക്കാരമോ നിനക്ക്? കോളേജിൽ പഠിക്കുന്നവൾ ഒരു നൃത്തം കാണാൻ പോയതാണോ ധിക്കാരം? നൃത്തമോ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ ദരിദ്രവാസികളുടെ നൃത്തം കാണാൻ എന്റെ മകൾ പോയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അവമാനമാണ്. ഈ പറഞ്ഞതൊക്കെ ഉണ്ടെന്ന് ഭാവിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെക്കാൾ എത്രയോ ഭേദമാണ് ആ സാധുക്കൾ. എന്നാൽ അവറ്റകളുടെ കൂടെ അഴിഞ്ഞാരാൻ നിന്റെ മോളെ വിട്ടോടി. ഇവിടെ കോളേജിൽ അയച്ചാണ് തെറ്റ്. ഇനി നീ കോളേജിൽ പോണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? മേലാൽ നീ ഈ വീട്ടിന് പുറത്തിറങ്ങരുത്. പോ. നീ വാ മോളെ. എടാ കുതിരെ. എന്റെ പൊന്നു മുതലാളി, കുട്ടപ്പനെ കൊണ്ട് അഭിപ്രായം ഒന്നും പറയിപ്പിക്കല്ലേ. വയറ്റിപ്പാടിന്റെ പ്രശ്നമാണ്. ഞാൻ ഈ വീട്ടിലെങ്ങാനും കഴിഞ്ഞോട്ടെ. നിന്റെ ഇവിടത്തെ കോളേജിലെ പഠിപ്പൊക്കെ തീർന്നോടാ? ഇനി അതെല്ലാം തീർന്നു. ഇനി പഠിക്കണമെങ്കിൽ പട്ടണത്തിൽ പോണം ചേട്ടാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടണമെങ്കിൽ ഈ പഠിത്തമൊക്കെ മതി. ഇപ്പൊ നീ ഏത് പരീക്ഷ ജയിച്ചത്? BA. അതുപോരാ, ഒരു BA കൂടി വേണം. അങ്ങനെ ഒന്നില്ല. BA ഒന്നേ ഉള്ളൂ. പോടാ അവിടുന്ന്. കരുണാകര മേനോൻ BA എന്ന് കേട്ടിട്ടില്ലേ? അയ്യോ, BA അല്ല, BABL. ആ, അത് തന്നെ. അതും കൂടി വേണം. അതിന്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ. അതിനൊക്കെ ഒരുപാട് പണം ചെലവാകും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിഷ്ടമുള്ളവരെ നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ കണ്ണ് മടച്ചോണ്ട് ചുമ്മാ അങ്ങിരുന്ന് പഠിച്ചോണ്ടാ മതി. കോളേജിൽ ചേരാൻ ചെല്ലുമ്പോ തന്നെ എത്ര രൂപ അറിയാം? എത്ര രൂപ വേണം? കുറഞ്ഞത് ഒരു 1000 രൂപയെങ്കിലും വേണ്ടി വരും. അമ്മോ, 1000 രൂപയോ? ആ, അതാ വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വേണ്ടാന്നൊന്നും വെക്കണ്ട. എടാ, എന്റെ അനിയൻ പട്ടണത്തിൽ പോയി BA തെറ്റിയല്ലോ. എന്തോന്നാ പറഞ്ഞത്? BABL. ആ, അത് തന്നെ. എടാ, എന്റെ അനിയൻ അതിന് പഠിക്കുന്നു പറഞ്ഞാ എനിക്കൊരു അന്തസ്സല്ലേ? പക്ഷെ അതിന് രൂപ വേണ്ട ചേട്ടാ. എടാ, രൂപ ഞാൻ ഉണ്ടാക്കും. എങ്ങനെ? ആ, എന്തിനാ നീ അറിയുന്നത്? നിനക്ക് പഠിക്കാൻ രൂപ കിട്ടിയാ പോരെ? അത് ഞാൻ ഏറ്റു. അനുജനെ പഠിപ്പിച്ച് വക്കീലാക്കണമെന്നാണ് നിന്റെ ആഗ്രഹം അല്ലേ? അത് ഞങ്ങളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു മുതലാളി. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പാവം ഗോപാല, അവന്റെ കാര്യം ആലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ ചങ്ക് തകരുക. നന്ദിയുള്ളവനായിരുന്നു, നല്ലവനായിരുന്നു. സംശയമുണ്ടോ? കേട്ടോ രാമു, അനിയനെ പഠിപ്പിക്കാനുള്ള പണത്തിന് വേണ്ടി കിടപ്പാടൊന്നും എനിക്ക് പണയം തരേണ്ടതില്ല. അയ്യോ, അങ്ങനെ പറയരുത് മുതലാളി. എന്തെങ്കിലും ഉറപ്പ് തരാതെ ഞാൻ മുതലാളിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് ശരിയല്ല. ഷഠാ, മുതലാളി പണയൊന്നും വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ രാമു എന്തിനാ വിഷമിക്കുന്നേ? മുതലാളി ആധാരം തിരിച്ചു കൊടുക്കണം. രാമുവിന് എത്ര രൂപ വേണം? അത് തരാവുന്നിടത്തോളം രൂപ തരണം. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് തരണ്ട. അത് സൂക്ഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഒരു 2000 രൂപ തന്നാൽ മതി.
ബാക്കി എന്റെ അനുജൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ മാസാമാസം വന്ന് വാങ്ങിച്ചോളാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ രാമു പോയിക്കോളൂ. ഞാൻ ഇറങ്ങുന്നു പോലെ. ആ ആധാരം എനിക്ക് തരണം മുതലാളി. എന്തിനാ? ഞാനങ്ങ് ഓഫീസിൽ കൊടുത്തേക്കാം. പിന്നെ ഓ ഒരു കാര്യമുണ്ട്. ഓ നീ കുതിരയെ കുളിപ്പിച്ചാ മതി. ഓ വേണമെങ്കിൽ നീ ഒന്ന് കുളിച്ചോളൂ. ഓ ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ഓ ഉം. ഉം. ഗോപിയേട്ടാ, എന്താണ് ഇവൻ? എന്താ? കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചെന്നേ. പൊട്ടിത്തെറിച്ചു. അവിടെ സ്നേഹം സ്നേഹം. എന്താ? ഷൂ സത്യമുണ്ട് അങ്ങോട്ടാ. നമ്മുടെ ഗോപിയും മുതലാളുടെ മകൾ സിന്ധുവും തമ്മിൽ പിന്നെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നേരാണ് അങ്ങോട്ടാ, ഞാൻ കണ്ടതാ. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചോണ്ടെന്ന് വർത്തമാനം പറയുന്നു. ഒറ്റ എടി വെച്ചത് ഞാൻ പറഞ്ഞേക്കാം. ഇതെന്തൊരുപാട്? അവര് കെട്ടിപ്പിടിച്ചതിന് ഞാനെന്ത് പഴിച്ചു? എന്ത്? എന്റെ അനുജൻ ആ പെണ്ണെ കെട്ടിപ്പിടിച്ചെന്നോ? ഇല്ല, കടിച്ചു തിന്നു. ദേ ഇങ്ങനെ ഒറ്റപ്പിടുത്തം. പെണ്ണെ, ഇത് കാണിക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞു? അങ്ങോട്ട് മാറി നിൽക്ക്. ഇവര് തമ്മിൽ സ്നേഹമാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. പിന്നെ പിന്നെ അവള് കുറെ സ്നേഹിക്കും. അവക്ക് സ്നേഹിക്കാൻ വേണ്ടിയല്ലേ എന്റെ അനിയനെ ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടതോ? പെണ്ണെ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ശരി, എന്നാൽ ഇനി അതറിഞ്ഞിട്ട് ബാക്കി കാര്യം. അവിടെ നിൽക്കൂ പെണ്ണെ. കൂടുതലൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല. സീത പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സീത എന്താ പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, അത് പറഞ്ഞില്ലല്ലോ. എന്റെ അനിയൻ ഗോപിയും സിന്ധുവും തമ്മിൽ സത്യമാണ്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. ദൈവമേ, എന്താ എന്നെ അത്രയേറെ വെറുപ്പാണോ? വെറുത്തിട്ടല്ല കുഞ്ഞെ, പേടികൊണ്ടാണ്. മുതലാളിയുടെ മകളായതുകൊണ്ടായിരിക്കും. എന്റെ അനുജന് പഠിപ്പേ ഉള്ളൂ, പാകതയില്ല, പണമില്ല. കുഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണം. ഞാൻ എന്റെ അനുജനെ ഒന്ന് പഠിപ്പിച്ചെടുത്തോട്ടെ. ഞങ്ങളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അത്. കുഞ്ഞ് അവനെ മറക്കണം. അത് ഈ ജന്മം സാധ്യമല്ല. ഈശ്വര, കുഞ്ഞെന്തായി പറയുന്നത്? എന്താ രാമേട്ട ഇത്? ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചുകൂടെ? വിവാഹിതരായിക്കൂടെ? നടക്കാത്ത കാര്യമാണ് കുഞ്ഞെ. കുഞ്ഞിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? അച്ഛൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ ഉപേക്ഷിക്കും. എന്നാലും ഗോപിയെ ഉപേക്ഷിക്കില്ല. കാര്യങ്ങൾ അവിടം വരെ എത്തിയോ? രാമേട്ടൻ ഗോപിയോട് സംസാരിച്ചു നോക്കൂ. അവനോട് സംസാരിക്കാൻ എന്തിരിക്കുന്നു? ഈ കേട്ടത് തന്നെ പോരെ? രാമേട്ടൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ? കുഞ്ഞ് അച്ഛനെ ഉപേക്ഷിക്കും. പിന്നെ ചേട്ടന്റെ കാര്യം പറയാനുണ്ട്. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. ആട്ടെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ അവനൊന്ന് പഠിപ്പിച്ചെടുത്തോട്ടെ. ആശ കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. ഗോപി പഠിക്കണം, പഠിച്ചു ജയിച്ച് വക്കീലാകണം. സന്തോഷം, കുഞ്ഞിന് മോക്ഷം കിട്ടും. അവന്റെ പഠിത്തം കഴിഞ്ഞിട്ട് വിവാഹം. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തി. ഞാൻ പാടുപെട്ട് നിന്നെ പഠിപ്പിക്കുന്നു. നീ ഉടനെ എത്താക്കൊമ്പത്ത് പ്രേമിക്കാൻ പോയിരിക്കുന്നു. പകതിട്ടോടാ നിനക്ക് പൊണ്ണത്താടിയ. പട്ടണത്തിൽ പഠിക്കാൻ പോകാൻ നീ മടി കാണിച്ചതിന്റെ കാര്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നത്. നിനക്ക് മുതലാളിയുടെ മകളെയും പ്രേമിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കണം, അല്ലേടാ? അത് മനസ്സിലേക്കത്തേ ഉള്ളൂ. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ എന്ത് തീരുമാനിച്ചു? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചിരിക്കാം. അതല്ല ഇപ്പൊ ഞാൻ ചോദിച്ചത്. ഞാൻ പറയാത്തൊരു പണി നീ പറ്റിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പെണ്ണിന്റെ കാര്യം. അത് നീ എന്ത് തീരുമാനിച്ചു? പറയടാ. അവളെ നീ മറക്കാൻ തീരുമാനിച്ചു? ഇല്ല. വിവാഹം ചെയ്യാൻ തന്നെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അതെ. ഇതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. മറക്കാൻ തീരുമാനിച്ചെന്നോ മറ്റോ നീ പറഞ്ഞിരുന്നെങ്കിൽ ഒറ്റ തൊഴി ഞാൻ വെച്ച് തന്നേനെ. എടാ, പെണ്ണിനെ ചതിക്കുന്നവൻ പുരുഷനല്ല. ചേട്ടാ, വേണ്ട വേണ്ട, നിന്റെ സ്നേഹമൊന്നും വേണ്ട. ഞാനിത് പറഞ്ഞൊന്നും വെച്ച് നാളെ തന്നെ കല്യാണം ഒന്നും പറഞ്ഞു വരരുത്. കല്യാണം എപ്പോ നടത്തണമെന്ന് എനിക്കറിയാം.